എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SCERTയിലെ സിനണിംസ് ആണ് കേട്ടോ. നമ്മളിതൊരു സീരീസ് ആയിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ക്ലാസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഡെയിലി നമ്മുടെ SCERT സീരീസുമായിട്ട് മുന്നോട്ട് പോകാൻ പോവാണ് കേട്ടോ. എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ പറ്റുന്ന രീതിയിൽ കോഡ്സും കണക്ഷൻസ് ഒക്കെ കൊടുത്ത് നമുക്ക് സെറ്റ് ആക്കാം. ഫസ്റ്റ് വൺ, ഷോ. ഷോ എന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രോങ് പുഷിനെയാണ് നമ്മൾ എന്ത് പറയാ? ഷോ എന്ന് പറയാ കേട്ടോ. സ്ട്രോങ് പുഷാണ് ഷോ. ജസ്റ്റ് ഓർത്ത് വെക്കാം, ഈ ഷോ എന്ന് പറയുമ്പോൾ ഷോ അല്ലെ, ഈ ഷോ കാണിക്കുന്ന ആൾക്കാരെയൊക്കെ നമുക്ക് ചെറിയൊരു പുഷ് കൊടുക്കാൻ തോന്നും എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഷോ എന്ന് പറഞ്ഞാൽ എ സ്ട്രോങ് പുഷ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ക്യൂവർ. ക്യൂവർ എന്ന് പറഞ്ഞാൽ ട്രെമ്പിൾ ഓർ ഷേക്ക് വിത്ത് എ സ്ലൈറ്റ് റാപ്പിഡ് മോഷൻ. ക്യൂവർ എന്ന് പറഞ്ഞാൽ ഷിവർ എന്ന് പറയാം. നമ്മുടെ SCERTയിലും എടുത്തു കൊടുത്തിട്ടുള്ളതാണ്. ക്യൂവർ എന്ന് പറഞ്ഞാൽ എന്താ? ഷിവർ ആണ് കേട്ടോ. അല്ലെങ്കിൽ ട്രെമ്പിൾ ചെയ്യുക ഓർ ഷേക്ക് വിത്ത് സ്ലൈറ്റ് റാപ്പിഡ് മോഷൻ. അപ്പൊ ക്യൂവറും ഷിവറും ഏതാണ്ട് ഒരേപോലെ അല്ലേ പറയാ? ക്യൂവർ, ഷിവർ. ഓക്കെ, പഠിച്ചു വെക്കുക. അടുത്തത് ക്യോർ. അപ്പൊ ശ്രദ്ധിക്കണം, ക്യൂവറും ഉണ്ട് ക്യോറും ഉണ്ട്. QUEER. ക്യോർ എന്ന് പറഞ്ഞാൽ സംതിങ് സ്ട്രേഞ്ച് ഓർ ഓഡ് ആണ്. സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒന്നിനെയാണ് നമ്മൾ ക്യോർ എന്ന് പറയാം. നമുക്കൊരു ഇഡിയം പഠിക്കാനുണ്ട് അല്ലെ, ക്യോർ ഫിഷ് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രേഞ്ച് പേഴ്സൺ. ഓക്കെ, അപ്പൊ നമ്മൾ 3 പഠിച്ചു. ഷോ എന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രോങ് പുഷ് ആണ്. ക്യൂവർ എന്ന് പറഞ്ഞാൽ ട്രെമ്പിൾ ഓർ ഷേക്ക് വിത്ത് സ്ലൈറ്റ് റാപ്പിഡ് മോഷൻ അല്ലെങ്കിൽ ഷിവർ ചെയ്യുക. ക്യോർ എന്ന് പറഞ്ഞാൽ ദാറ്റ് സംതിങ് സ്ട്രേഞ്ച് ഓർ ഓഡ് കേട്ടോ, സ്ട്രേഞ്ച് ആയിട്ടുള്ള. ഇനി ഗെയിൽ, നാലാമത്തെയാണ് ഗെയിൽ കേട്ടോ. ഗെയിൽ എന്ന് പറഞ്ഞാൽ എന്താ? സ്ലൈ അല്ലെങ്കിൽ കണ്ണിങ്. സ്ലൈ ഓർ കണ്ണിങ് എന്നുള്ളതാണ് ഗെയിൽ എന്ന് പറഞ്ഞാൽ. ഓക്കെ, നമുക്ക് ക്രിസ് ഗെയിലിനെ ഓർക്കാം അല്ലെ. ക്രിസ് ഗെയിൽ കണ്ണിങ് ആണ് എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. അടുത്തത് വിസാർഡ് ആണ്. വിസാർഡ് എന്താ? എ മാൻ ഹു ഹാസ് മാജിക്കൽ പവേഴ്സ് ആണ് വിസാർഡ്. അത് കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എ മാൻ ഹു ഹാസ് മാജിക്കൽ പവേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയാ? വിസാർഡ് എന്നുള്ള രീതിയിൽ പറയാം കേട്ടോ, വിസാർഡ്. നെക്സ്റ്റ് ഷഡർ. ഷഡർ ഇറ്റ് മീൻസ് ടു ഷേക്ക് ബിക്കോസ് യു ആർ ഫ്രൈറ്റൻഡ്. നമ്മൾ വളരെ ടെൻഷൻ അടിച്ച് അല്ലെങ്കിൽ നമ്മൾ വളരെ പേടിച്ചിരിക്കുക, ഫ്രൈറ്റൻഡ് ആയിട്ടിരിക്കുക, അതിനെയാണ് എന്ത് പറയുന്നത്? ഷഡർ എന്ന് പറയാ കേട്ടോ. ഫ്രൈറ്റൻഡ് ആയിട്ടിരിക്കുക, പേടിച്ചിരിക്കുക, അതിനെയാണ് നമ്മൾ പറയാ ഷഡർ. ഓക്കെ, നെർവസ് ആയിട്ടിരിക്കുക. നമ്മൾ ഈ സിനിമകളിലൊക്കെ ഇങ്ങനെ ഷട്ടർ അടയ്ക്കുമ്പോൾ ഈ ഗുണ്ടകളൊക്കെ വന്ന് ഷട്ടർ അടിക്കുന്ന സമയത്ത് പേടിച്ചിരിക്കുന്നതായിട്ടൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ, ബാക്കിയുള്ള ആൾക്കാർ പേടിച്ചിരിക്കുന്ന രീതിയിൽ. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ ഷട്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് ഷട്ടർ ഓർക്കാം. ഷട്ടർ ഇട്ട് കഴിയുമ്പോൾ പേടിക്കും എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കുക കേട്ടോ. ഫ്രൈറ്റൻഡ് ആണ്. ടു ഷേക്ക് ബിക്കോസ് യു ആർ ഫ്രൈറ്റൻഡ്. നമ്മളിങ്ങനെ പേടിച്ച് വരച്ചിരിക്കുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു സംഭവമാണ് ഷട്ടർ. അടുത്ത് നോക്കാം, സ്റ്റാർട്ടിൽ. സ്റ്റാർട്ടിൽ കോസ് ടു ഫീൽ സഡൻ ഷോക്ക് ഓർ അലാം ആണ്. ഓക്കെ, പെട്ടെന്ന് ഷോക്ക് ആവുക എന്നുള്ളൊരു മീനിങ് ആണ് സ്റ്റാർട്ടിൽ. അല്ലെങ്കിൽ നെർവസ് ആവുക, അങ്ങനെയും പറയാം. നെർവസ് ആവുക അല്ലെങ്കിൽ ഷോക്ക് ആവുക എന്നുള്ളൊരു മീനിങ് ആണ് സ്റ്റാർട്ടിൽ. സ്റ്റാർട്ടിൽഡ് എന്നൊക്കെ പറഞ്ഞ് വായിച്ചിട്ടുണ്ടാവും. അപ്പോൾ ജസ്റ്റ് ഓർത്ത് വെക്കാൻ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ആദ്യമായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചെയ്യുമ്പോൾ നമുക്കൊരു പേടി ഉണ്ടാവും അല്ലെ. നമ്മൾ കുറച്ച് നെർവസ് ആയിരിക്കും അല്ലെങ്കിൽ കുറച്ച് ഷോക്ക്ഡ് ആയിരിക്കും എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. സ്റ്റാർട്ടിൽ ഇറ്റ് മീൻസ് കോസ് ടു ഫീൽ സഡൻ ഷോക്ക് ഓർ അലാം ആണ്. അടുത്തത് ഷ്രഗ് ആണ്. ഷ്രഗ് അറിയായിരിക്കും, നമുക്കിപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങാറുണ്ട് അല്ലെ, ഷ്രഗ്സ് വാങ്ങാറുണ്ട്. എനിക്ക് തോന്നുന്നു പെണ്ണുങ്ങൾക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. ടു റേസ് യുവർ ഷോൾഡേഴ്സ് ആൻഡ് ദെൻ ലോവർ. ഷ്രഗ്സ് എന്ന് പറഞ്ഞാൽ ടു റേസ് യുവർ ഷോൾഡേഴ്സ് ആൻഡ് ദെൻ ലോവർ ആണ് കേട്ടോ. നെക്സ്റ്റ് ഇസ് റിട്രീറ്റ്. റിട്രീറ്റ് എന്ന് പറഞ്ഞാൽ പിൻവലിയുക എന്നുള്ളൊരു മീനിങ് ആണ്. ടു മൂവ് ബാക്ക് ഓർ വിത്ഡ്രോ. ഓക്കെ, അതിൽ നിന്ന് പിൻവാങ്ങി അല്ലെങ്കിൽ പിൻവലിഞ്ഞു എന്നൊക്കെ പറയില്ലേ, അതാണ് റിട്രീറ്റ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ അടുത്ത് ഒരാൾ ഇപ്പോൾ ട്രീറ്റ് ചോദിച്ചു എന്ന് വിചാരിച്ചോളൂ. ട്രീറ്റ് ചോദിക്കുമ്പോൾ നമ്മൾ പതുക്കെ അവിടെ നിന്ന് മുങ്ങി അല്ലെങ്കിൽ പിൻവാങ്ങി എന്നുള്ള രീതിയിലൊക്കെ ഓർത്ത് വെക്കാം അല്ലെ. ടു മൂവ് ബാക്ക് ഓർ വിത്ഡ്രോ. റിട്രീറ്റ്, അതിനകത്ത് ഒരു ട്രീറ്റ് ഉണ്ട് അല്ലെ. അപ്പോൾ ഒന്ന് ഓർത്ത് വെക്കാം, ടു മൂവ് ബാക്ക് ഓർ വിത്ഡ്രോ എന്നുള്ളതാണ് റിട്രീറ്റ്. അടുത്തത് ഇന്റഗ്രിറ്റി. ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ദ ക്വാളിറ്റി ഓഫ് ബീങ് ഓണസ്റ്റ്. ഓണസ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു ക്വാളിറ്റിനെയാണ് എന്ത് പറയാ? ഇന്റഗ്രിറ്റി. ഓക്കെ, സോ നമ്മൾ 10 വേർഡ്സുകൾ പഠിച്ചു. നമുക്കൊന്നും കൂടെ നോക്കാം, എന്നിട്ട് അടുത്ത വേർഡ്സുകൾ നോക്കാം കേട്ടോ. ഷോ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഷോ എന്തായിരുന്നു? എ സ്ട്രോങ് പുഷ് അല്ലെ. അപ്പോൾ ഷോ കാണിക്കുന്ന ആൾക്കാർക്ക് ഒരു പുഷ് കൊടുക്കാനൊക്കെ നമുക്ക് തോന്നും എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കാം. ക്യൂവർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഷിവർ ആണ്, അല്ലെങ്കിൽ ട്രിമ്പിൾ ഓർ ഷേക്ക് വിത്ത് സ്ലൈറ്റ് റാപ്പിഡ് മോഷൻ. ക്യോർ എന്ന് പറഞ്ഞാൽ സംതിങ് സ്ട്രേഞ്ച് ഓർ ഓഡ് അല്ലെ, ക്യോർ ഫിഷ്. ഗെയിൽ എന്ന് പറഞ്ഞാൽ എന്താ? സ്ലൈ ഓർ കണ്ണിങ് ആണ്. ഗെയിൽ എന്ന് പറഞ്ഞാൽ സ്ലൈ ഓർ കണ്ണിങ്. വിസാർഡ് എന്ന് പറഞ്ഞാൽ എ മാൻ ഹു ഹാസ് മാജിക്കൽ പവേഴ്സ്. ഓക്കെ, ഷഡർ, നമ്മുടെ ഷട്ടർ ഓർക്കാം അല്ലെ. ടു ഷേക്ക് ബിക്കോസ് യു ആർ ഫ്രൈറ്റൻഡ്, പേടിച്ച് വരച്ചിരിക്കുക എന്നൊക്കെ ഓർത്ത് വെക്കാം. സ്റ്റാർട്ടിൽ ഇറ്റ് മീൻസ് കോസ് ടു ഫീൽ സഡൻ ഷോക്ക് ഓർ അലാം ആണ് സ്റ്റാർട്ടിൽ. എന്തെങ്കിലുമൊക്കെ കാര്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു പേടി അല്ലെങ്കിൽ ഒരു കുറച്ച് നെർവസ് ആയിരിക്കും എന്നൊക്കെ ഓർത്ത് വെക്കാം അല്ലെ. ഷ്രഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഡ്രസ്സ് ഷ്രഗ് ഉണ്ടല്ലോ, ഷ്രഗ്സ്, അത് ഓർത്ത് വെക്കാം, ഷോൾഡറിൽ ഇടുന്നത്. ടു റേസ് യുവർ ഷോൾഡേഴ്സ് ആൻഡ് ദെൻ ലോവർ.
റിട്രീറ്റ് എന്ന് പറഞ്ഞാൽ ടു മൂവ് ബാക്ക് ഓർ വിത്ഡ്രോ. ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ദ ക്വാളിറ്റി ഓഫ് ബീയിങ് ഓണസ്റ്റ് ആണ്. ഓക്കെ, ഇത്ര എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു കേട്ടോ. നമുക്കിനി അടുത്ത് നോക്കാം. വിംപർ. വിംപർ എന്ന് പറഞ്ഞാൽ ഫിയർ, പെയിൻ ഓർ അൺഹാപ്പിനെസ് ആണ് വിംപർ. ഓക്കെ, ഫിയർ, പെയിൻ ഓർ അൺഹാപ്പിനെസ്. നമ്മുടെ വിമ്മ്, വാഷ് ചെയ്യുന്ന വിമ്മ് ഉണ്ടല്ലോ, പാത്രമൊക്കെ കഴുകണ വിമ്മ്, അത് കണ്ടു കഴിയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര വിഷമമായിരിക്കും. അയ്യോ, ഇത്രയും പാത്രങ്ങളൊക്കെ കഴുകണമല്ലോ എന്നുള്ള രീതിയിൽ ഫിയർ, പെയിൻ ഓർ അൺഹാപ്പിനെസ് എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം കേട്ടോ. വെയിൽ എന്ന് പറഞ്ഞാൽ എന്താ? ടു ക്രൈ ഇൻ പെയിൻ ഓർ ഗ്രീഫ് ആണ് വെയിൽ. വെയിലൊക്കെ അടിച്ചു കഴിയുമ്പോൾ ചെറിയ കുട്ടികളൊക്കെ ചിലപ്പോൾ ഇരുന്ന് കരയുന്ന ഓർക്കാം അല്ലെ, വെയിൽ കൊണ്ട് കഴിയുമ്പോൾ ടു ക്രൈ. അപ്പോൾ ടു ക്രൈ ഇൻ പെയിൻ ഓർ ഗ്രീഫ് ആണ് വെയിൽ. അൺഫോൾഡ്. അൺഫോൾഡ് എന്ന് പറഞ്ഞാൽ എന്താ? ടു ഓപ്പൺ ഓർ റിവീൽ ആണ്. റിവീൽ ചെയ്യാം അല്ലെ, റിവീൽ ചെയ്യാം. ഓക്കെ, അതാണ് അൺഫോൾഡ്. തുറന്നു വെക്കുക അല്ലെങ്കിൽ ഓപ്പൺ ആക്കുക, റിവീൽ ചെയ്യാം. അടുത്ത ട്രൂപ്പാണ്. ട്രൂപ്പിനകത്ത് നോക്കുമ്പോൾ നമുക്കറിയാം 2 ഓയുള്ള ട്രൂപ്പാണ്. ഓക്കെ, 2 ഓയുള്ള ട്രൂപ്പ് എന്ന് പറഞ്ഞാൽ കം ഓർ ഗോ ടുഗെദർ ഓർ ഇൻ ലാർജ് നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ ട്രൂപ്പ് ഓഫ് മങ്കീസ് പറയും, ട്രൂപ്പ് ഓഫ് കാംഗറു, ഇതൊക്കെ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഇപ്പൊ 2 ഓയുള്ള ട്രൂപ്പ് ആണെങ്കിൽ എന്താ? ഒരു ഗ്രൂപ്പ് ഓഫ് എന്നുള്ള മീനിങ് ആണ് നമ്മൾ സാധാരണ പറയാ കേട്ടോ. ഇനി TROUPE എന്ന് പറഞ്ഞാൽ എന്താ? ട്രൂപ്പ്. അത് നമ്മുടെ ഈ കൊയർ ആയിട്ടൊക്കെ നമ്മൾ പറയുന്ന ട്രൂപ്പാണ്. ആർട്ടിസ്റ്റിന്റെ ഒക്കെ ട്രൂപ്പ് എന്ന് പറയും അല്ലെ, അത് TROUPE ആണ് കേട്ടോ. അടുത്തത് ത്രോട്ടിൽ. ത്രോട്ടിൽ എന്ന് പറഞ്ഞാൽ അറ്റാക്ക് ഓർ കിൽ സമ്മൺ ബൈ ചോക്കിംഗ് ഓർ സ്ട്രാംഗ്ലിംഗ് ദം. ഓക്കെ, ത്രോട്ടിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ശ്വാസം മുട്ടിച്ച് കൊല്ലുക എന്ന് പറയില്ലേ, അതാണ്. അപ്പോൾ അറ്റാക്ക് ഓർ കിൽ സമ്മൺ ബൈ ചോക്കിംഗ്. ചോക്കിംഗ് എന്ന് പറഞ്ഞാൽ ശ്വാസം മുട്ടിക്കുക എന്നുള്ളതുണ്ട് കേട്ടോ. ഇതിനെയാണ് എന്ത് പറയാ? ത്രോട്ടിൽ. അപ്പൊ നമ്മുടെ ത്രോട്ടിൽ ഇങ്ങനെ ഞെക്കിപ്പിടിച്ച് നമ്മളിങ്ങനെ ശ്വാസം മുട്ടിച്ച് കൊല്ലാനൊക്കെ നോക്കി എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. അതാണ് ത്രോട്ടിൽ. നെക്സ്റ്റ് ഇസ് ടാക്ടിക്സ്. ടാക്ടിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ആൻ ആക്ഷൻ ഓഫ് സ്ട്രാറ്റജി കെയർഫുള്ളി പ്ലാൻ ടു അച്ചീവ് എ സ്പെസിഫിക് എൻഡ്. ടാക്ടിക്സ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ, നിങ്ങൾക്ക് അറിയാം അല്ലെ. ടാക്ടിക്സ് എന്ന് പറഞ്ഞാൽ ആൻ ആക്ഷൻ ഓഫ് സ്ട്രാറ്റജി കെയർഫുള്ളി പ്ലാൻ ടു അച്ചീവ് എ സ്പെസിഫിക് എൻഡ്. എന്തെങ്കിലും ഒരു കാര്യം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ആക്ഷൻ എടുത്തു എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ടാക്ടിക്സ് എന്ന് പറയാം അല്ലെ. സ്റ്റംബിൾ, ദാറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്, പഠിച്ചു വെച്ചേക്കുക. സ്റ്റംബിൾ എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ഓക്വേർഡ്ലി വൈൽ വാക്കിംഗ് ഓർ റണ്ണിങ് ആൻഡ് ഫോൾ ഓർ ബിഗിൻ ടു ഫോൾ കേട്ടോ. വീഴ അല്ലെങ്കിൽ വീഴാൻ പോവുക, അതിനെയാണ് നമ്മൾ എന്ത് പറയാ? സ്റ്റംബിൾ എന്ന് പറയാ. ബിഗിൻ ടു ഫോൾ അല്ലെങ്കിൽ സ്റ്റെപ്പ് ഓക്വേർഡ്ലി വൈൽ വാക്കിംഗ് ഓർ റണ്ണിങ് ആൻഡ് ഫോൾ ഓർ ബിഗിൻ ടു ഫോൾ, അതിനെയാണ് എന്ത് പറയാ? സ്റ്റംബിൾ. സ്റ്റംബിൾ അല്ലെങ്കിൽ സ്റ്റംബിൽ തട്ടി വീണു, സ്റ്റംബ് വീണു എന്നുള്ള രീതിയിലൊക്കെ ഓർത്തു വെക്കുക അല്ലെ. ഇനി അടുത്തത് സ്റ്റബേൺ ആണ്. ഓക്കെ, സ്റ്റബേൺ എന്ന് പറഞ്ഞാൽ എന്താ? അൺറീസണബിളി ഒബ്സ്റ്റിനേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു തീരുമാനമൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്മാറാത്ത, വളരെ സ്റ്റബേൺ പേഴ്സൺ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയാ? സ്റ്റബേൺ എന്ന് പറയാ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. സ്ക്വീമിഷ് ആണ്. സ്ക്വീമിഷ് എന്ന് പറഞ്ഞാൽ എന്താ? ഈസിലി മേഡ് ടു ഫീൽ സിക്ക് ഓർ ഡിസ്ഗസ്റ്റഡ്. നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ പേടിപ്പിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് നെർവസ് ആവുന്ന ഒന്നിനെയാണ് എന്ത് പറയാ? സ്ക്വീമിഷ് എന്ന് പറയാ. ഓക്കെ, അയാൾ പെട്ടെന്ന് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പെട്ടെന്ന് അപ്സെറ്റ് ആവും അല്ലെങ്കിൽ പെട്ടെന്ന് ഷോക്കഡ് ആവും. നമ്മൾ പറയില്ലേ, ചില ആൾക്കാരെ നമുക്ക് പെട്ടെന്ന് അപ്സെറ്റ് ആക്കാൻ പറ്റും എന്നൊക്കെ പറയും അല്ലെ. അങ്ങനെയുള്ള ഒന്നിനെയാണ് നമ്മൾ എന്ത് പറയാ? സ്ക്വീമിഷ് എന്ന് പറയാം കേട്ടോ. അപ്പൊ സ്ക്വീമിഷ് എന്ന് പറഞ്ഞാൽ ഈസിലി മേഡ് ടു ഫീൽ സിക്ക് ഓർ ഡിസ്ഗസ്റ്റഡ്. അടുത്ത് നോക്കാം ഡിസ്മെൽ. ഡിസ്മെൽ ഒക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. ഡിസ്മെൽ എന്ന് പറഞ്ഞാൽ കോസിങ് എ മൂഡ് ഓഫ് ഗ്ലൂം ഓർ ഡിപ്രഷൻ. പെട്ടെന്ന് നമുക്ക് സാഡ് ആക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഡിപ്രഷനിലാക്കാൻ പറ്റുന്ന ഒന്നിനെയാണ് ഡിസ്മെൽ എന്ന് പറയാം. അപ്പോൾ ഡിസ്മെൽ എന്ന് പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് ഓർത്ത് വെക്കാം, അതിനകത്തൊരു സ്മോൾ ഉണ്ട് അല്ലെ. നമ്മൾ വളരെ ചെറുതാണ്, സ്മോൾ ആണ്, അല്ലെങ്കിൽ നമ്മളെ ചെറുതാക്കി കാണുന്ന ആൾക്കാരെയൊക്കെ വരുമ്പോൾ നമുക്ക് ഡിപ്രഷൻ ആവും അല്ലെങ്കിൽ സാഡ് ആവും എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കാം. ഡിസ്മെൽ ഇറ്റ് മീൻസ് സാഡ് ഓർ ഡിപ്രഷൻ ആണ് കേട്ടോ. അടുത്ത കൈൻഡ് ഹാർട്ടഡ്. ഇതൊക്കെ നമുക്ക് അറിയുന്ന കുറെ വാക്കുകളുണ്ട്. നമ്മുടെ SCERT ആയതുകൊണ്ട് തന്നെ പല വാക്കുകളും നമ്മൾ ഫെമിലിയർ ആയിരിക്കും. കേട്ടുപോവുക. കൈൻഡ് ഹാർട്ടഡ് എന്ന് പറഞ്ഞാൽ ഹാവിങ് എ കൈൻഡ് ആൻഡ് സിമ്പത്തറ്റിക് നേച്ചർ. ഓക്കെ, അടുത്ത എംബസിൽ. എംബസിൽ നമ്മുടെ PYQ ആയിട്ട് വന്നിട്ടുള്ളതാണ്. എംബസിൽ എന്ന് പറഞ്ഞാൽ സ്റ്റീൽ ഓർ മിസ്അപ്രോപ്രിയേറ്റ് ആണ്. ഓക്കെ, ടു സ്റ്റീൽ അല്ലെങ്കിൽ മിസ്അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള. നമുക്ക് പസിൽ എന്ന് ആലോചിക്കാം. എംബസിൽ, പസിൽ ആകെ ഇങ്ങനെ മിസ്അപ്രോപ്രിയേറ്റ് ആയിട്ടൊക്കെയാണ് ഇരിക്കുക എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കാം കേട്ടോ. അല്ലെങ്കിൽ സ്റ്റീൽ ചെയ്യുക, പസിൽ സ്റ്റീൽ ചെയ്തു എന്നുള്ള രീതിയിൽ ഓർക്കാം. അപ്പൊ സ്റ്റീൽ അല്ലെങ്കിൽ മിസ്അപ്രോപ്രിയേറ്റ്. ഓക്കെ, അടുത്ത ഷിവാൽറി. ഷിവാൽറി എന്ന് പറഞ്ഞാൽ വെരി പൊളൈറ്റ്, ഓണസ്റ്റ് ആൻഡ് കൈൻഡ് ബിഹേവിയർ എസ്പെഷ്യലി ബൈ മെൻ ടുവേർഡ്സ് വിമൻ. ഓക്കെ, ഷിവാലറി എന്ന് പറഞ്ഞാൽ വളരെ ഓണസ്റ്റ് ആയിട്ടുള്ള, വളരെ പൊളൈറ്റ് ആയിട്ടുള്ള, കൈൻഡ് ബിഹേവിയർ എസ്പെഷ്യലി ബൈ മെൻ ടുവേർഡ്സ് വിമൻ. അതാണ് ഷിവാൽറി. നമുക്ക് ഇവിടെ പ്രൊനൗൺസ് ചെയ്യുന്നത് ഷിവാൽറി എന്നാണ് കേട്ടോ. അപ്പൊ ആ ഷീ വെച്ചിട്ട് നമുക്ക് ഓർക്കാം, ഷീ അല്ലെ, കൈൻഡ് ബിഹേവിയർ ആണ് ബൈ മെൻ ടുവേർഡ്സ് വിമൻ. അപ്പോ
സ്ത്രീകളോടുള്ള ഷീ എന്നുള്ള രീതിയിൽ ഓർത്തു വെക്കുക കേട്ടോ. അപ്പൊ ഷിവാൽറി എന്ന് പറഞ്ഞാൽ വെരി പൊളൈറ്റ്, ഓണസ്റ്റ് ആൻഡ് കൈൻഡ് ബിഹേവിയർ എസ്പെഷ്യലി ബൈ മെൻ ടുവേർഡ്സ് വിമൻ. കമന്റ്സ് എന്ന് പറഞ്ഞാൽ തുടങ്ങുക അല്ലെ. വെൻ സംതിങ് കമന്റ്സ് ഇറ്റ് മീൻസ് ഇറ്റ് ബിഗിൻസ് ആണ്. കമന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ബിഗിൻ ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. കമന്റ്സ് എന്ന് പറഞ്ഞാൽ ബിഗിൻ ചെയ്യുക. വാലർ, വാലർ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് കറേജ്. ഓക്കെ, നമ്മുടെ PYQ ആണ് വാലർ. അപ്പൊ വാലർ എന്ന് പറയുമ്പോൾ നമുക്ക് വാനും ലോറിയും എന്നുള്ള രീതിയിൽ ഓർക്കാം. വാലർ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കിയേ, വാലർ അല്ലെ, വാനും ലോറിയും. വാനും ലോറിയൊക്കെ ഓടിക്കുന്ന ആൾക്കാർക്ക് കുറച്ച് കറേജ് ഉള്ള ആൾക്കാരായിരിക്കും അല്ലെ, കാരണം ഹെവി വെഹിക്കിൾസ് ഒക്കെ അല്ലേ. അപ്പൊ ഗ്രേറ്റ് കറേജ് എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കാം. വാലർ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് കറേജ് ആണ്. പ്ലസന്റ് എന്ന് പറഞ്ഞാൽ ഗിവിംഗ് എ സെൻസ് ഓഫ് ഹാപ്പി, സാറ്റിസ്ഫാക്ഷൻ ഓർ എൻജോയ്മെന്റ്. വളരെ പ്ലസന്റ് ആയിട്ടുള്ള ഡേ ആണെന്നൊക്കെ പറയും അല്ലെ, വളരെ ഹാപ്പി ആയിട്ടുള്ള അല്ലെങ്കിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ഡേ. അതാണ് പ്ലസന്റ്. അടുത്ത് നോക്കാം 27th വൺ, പിയർ ആണ്. പിയർ എന്ന് പറഞ്ഞാൽ എന്താ, ലുക്ക് വിത്ത് ഡിഫിക്കൽട്ടി ഓർ കോൺസെൻട്രേഷൻ അറ്റ് സമ്മൺ ഓർ സംതിങ് ആണ് പിയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പിയർ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ വളരെ ശ്രദ്ധയോടെ, ഡിഫിക്കൽട്ടായിട്ട് വളരെ ശ്രദ്ധയോടെ നോക്കുക, അതിനെയാണ് പിയർ എന്ന് പറയുക കേട്ടോ. അതേപോലെ തന്നെ പിയർ എന്ന് പറയുമ്പോൾ നമ്മൾ വേറെ രീതിയിലും പറയാറുണ്ട്, നമ്മുടെ അതേ ലെവലിലുള്ള ആൾക്കാരെ പിയർ ഗ്രൂപ്പ് എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ രണ്ട് മീനിങ് ഉണ്ട്. അപ്പോൾ പിയർ എന്ന് പറഞ്ഞാൽ നോക്കുക, വളരെ ശ്രദ്ധയോടെയൊക്കെ നോക്കുക എന്നുള്ള മീനിങ്ങും ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ അതേ ലെവലിലുള്ള ഒരാളെ നമ്മൾ പിയർ എന്ന് പറയും. ചേഞ്ച് എന്ന് പറഞ്ഞാൽ അറിയാലോ, ചേഞ്ച് ചെയ്യുക, മേക്ക് ഓർ ബിക്കം ഡിഫറെന്റ് ആണ്. ഇന്നസെന്റ്, ഇന്നസെന്റ് എന്ന് പറഞ്ഞാൽ നോട്ട് ഗിൽറ്റി ഓഫ് എ ക്രൈം ഓർ ഒഫൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇന്നസെന്റ് ആയിട്ടുള്ള ഒരാളാണ് അല്ലെ, വളരെ അറിയാലോ, ഇന്നസെന്റ് എന്ന് പറഞ്ഞാൽ നോട്ട് ഗിൽറ്റി ഓഫ് എ ക്രൈം ഓർ ഒഫൻസ്. അടുത്ത് നോക്കാം സ്പെൽ ബൗണ്ട്. സ്പെൽ ബൗണ്ട് എന്ന് പറഞ്ഞാൽ ഹോൾഡ് ദി കംപ്ലീറ്റ് അറ്റൻഷൻ ഓഫ് സംവൺ ആസ് ദോ ബൈ മാജിക് ആണ്. നമ്മളിങ്ങനെ പിടിച്ചു നിർത്തുക എന്നൊക്കെ പറയില്ലേ, സ്പെൽ ബൗണ്ട്. നമ്മൾ അതിനകത്ത് കംപ്ലീറ്റ്ലി നമ്മുടെ അറ്റൻഷൻ പിടിച്ചെടുത്തു എന്നുള്ള രീതിയിൽ കേട്ടോ. അപ്പൊ സ്പെൽ ബൗണ്ട് ആണ്, നമുക്ക് മിണ്ടാൻ പറ്റാത്ത രീതിയിൽ, സ്പെൽ ചെയ്യാൻ പറ്റുന്നില്ല, അതിങ്ങനെ ബൗണ്ട് ചെയ്ത് വെച്ചേക്കാണ്. അതായത് ഫുൾ അറ്റൻഷൻ പിടിച്ചെടുത്തു എന്നുള്ള രീതിയിൽ കേട്ടോ. സ്പെൽ ബൗണ്ട് ഇറ്റ് മീൻസ് ഹോൾഡ് ദി കംപ്ലീറ്റ് അറ്റൻഷൻ ഓഫ് സംവൺ ആസ് ദോ ബൈ മാജിക്. സോക്കിയ അല്ലെ, സോക്കിയ എന്ന് പറഞ്ഞാൽ എന്താ, വെറ്റാക്കുക, മുഴുവനായിട്ട് വെള്ളത്തിൽ ഇടുക അല്ലെങ്കിൽ പകുതി വെറ്റാക്കി വെക്കുക, അതിനെയാണ് നമ്മൾ സോക്ക് ചെയ്യുക എന്ന് പറയുക. നമ്മൾ സാധനങ്ങളൊക്കെ സോക്ക് ചെയ്യാറുണ്ടല്ലോ, അപ്പോൾ ബിക്കം വെറ്റ് ഓർ മേക്ക് വെറ്റാണ്. സ്നബ് എന്ന് പറഞ്ഞാൽ ഇൻസൾട്ട് വിത്ത് ഷാർപ്പ് വേർഡ്സ്, ഇൻസൾട്ട് ചെയ്യുക, ഷാർപ്പ് വേർഡ്സ് വെച്ചിട്ട് ഇൻസൾട്ട് ചെയ്യുക, അതിനെയാണ് പറയുക സ്നബ്. ഇപ്പൊ സോക്ക് കിട്ടിയല്ലോ, ബിക്കം വെറ്റ് ഓർ മേക്ക് വെറ്റ് ആണ്. സ്നബ് എന്ന് പറഞ്ഞാൽ ടു ഇൻസൾട്ട് വിത്ത് ഷാർപ്പ് വേർഡ്സ് ആണ്. സ്മിയർ, സ്മിയർ എന്ന് പറഞ്ഞാൽ സ്പ്രെഡ് ഓവർ, സ്പ്രെഡ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയാ, സ്മിയർ എന്ന് പറയാ കേട്ടോ. അപ്പൊ ഒന്നും കൂടെ നോക്കി എന്തൊക്കെയാ നമ്മൾ പറഞ്ഞ, ഇന്നസെന്റ് അറിയാം, സ്പെൽ ബൗണ്ട്, ഹോൾഡ് ദി കംപ്ലീറ്റ് അറ്റൻഷൻ ഓഫ് സമ്മൺ ആസ് ദോ ബൈ മാജിക്, സോക്ക് ചെയ്യുക, നനച്ചു വെക്കുക അല്ലെ. സ്നബ് എന്ന് പറഞ്ഞാൽ ടു ഇൻസൾട്ട് വിത്ത് ഷാർപ്പ് വേർഡ്സ് ആണ്. സ്മിയർ, സ്മിയർ എന്ന് പറഞ്ഞാൽ സ്പ്രെഡ് ഓവർ കേട്ടോ, സ്പ്രെഡ് ചെയ്യുക. സിഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ, സിഞ്ച്, സിഞ്ച് എന്ന് പറഞ്ഞാൽ ബേൺ സംതിങ് സൂപ്പർഫിഷ്യലി ഓർ ലൈറ്റ്ലി ആണ്. സിഞ്ച് ഓരോ ഇഞ്ചിഞ്ചായിട്ട് കത്തിച്ചു എന്നുള്ള രീതിയിൽ ഓർക്കാം, സിഞ്ചാണ്. അപ്പൊ അതിലൊരു ഇഞ്ച് ഉണ്ട് എന്നുള്ള രീതിയിൽ ഓർക്കാം. സ്പെല്ലിംഗ് വ്യത്യാസം ഉണ്ട്, എന്നാലും ഒന്ന് പഠിച്ചു നോക്കാം കേട്ടോ. സിഞ്ച് എന്ന് പറഞ്ഞാൽ ബേൺ സൂപ്പർഫിഷ്യലി ഓർ ലൈറ്റ്ലി, ഇഞ്ചിഞ്ചായിട്ട് കത്തിച്ചു. കളക്ട് അറിയാലോ, ബ്രിങ് ഓർ ഗ്യാദർ ടുഗെദർ. അപ്പൊ ഇതിൽ ഞാൻ നേരത്തെയും പറഞ്ഞു, കുറെ വേർഡ്സുകളൊക്കെ നമുക്ക് അറിയാം, കാരണം സ്റ്റുഡൻസിന്റെ, കുട്ടികളുടെ ഒക്കെ പഠിക്കാനുള്ള ബുക്കിലാണ് പലതും നമ്മൾ ഡെയിലി യൂസിനൊക്കെ പറയാറുള്ള വേർഡ്സുകളാണ്. സബ്സിഡി എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ എയ്ഡ് ഓർ സപ്പോർട്ട് ആണ്. സബ്സിഡി കിട്ടി എന്നൊക്കെ പറയും അല്ലെ, ഫിനാൻഷ്യൽ എയ്ഡ് ഓർ സപ്പോർട്ട്. അടുത്ത് എമുലുമെന്റ്. എമുലുമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, സാലറി, ഫീ ഓർ പ്രോഫിറ്റ് ഫ്രം എംപ്ലോയ്മെന്റ് ഓർ ഓഫീസ് ആണ്. അതിനെയാണ് എമുലുമെന്റ് എന്ന് പറയുക കേട്ടോ. സാലറി ആണ്, നമുക്ക് എമുലുമെന്റ് കിട്ടി എന്ന് പറഞ്ഞാൽ സാലറി കിട്ടി എന്ന് പറയും. പ്രോക്സിമിറ്റി എന്ന് പറഞ്ഞാൽ, പ്രോക്സിമിറ്റി അല്ലെങ്കിൽ പ്രോക്സിമിറ്റി എന്ന് പറഞ്ഞാൽ നിയർനെസ് ആണ്, എത്രത്തോളം ക്ലോസ് ആയി അല്ലെ. അപ്പൊ നിയർനെസ്സിനെയാണ് എന്ത് പറയാ, പ്രോക്സിമിറ്റി. പ്രോക്സിമിറ്റി എന്ന് പറഞ്ഞാൽ നിയർനെസ്, പ്രോക്സിമിറ്റി ഓർത്താൽ മതി. അടുത്ത് നോക്കാം ഡിസ്ഗസ്റ്റ് ആണ്. ഡിസ്ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ എ ഫീലിംഗ് ഓഫ് റെവൽഷൻ ഓർ ഡിസപ്രൂവൽ ആണ്. അതായത് നമുക്ക് ഇഷ്ടമല്ലാത്ത, ഹേറ്റ് ചെയ്യാന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഡിസ്ഗസ്റ്റ് എന്ന് പറയുമ്പോൾ ഗസ്റ്റ് ഓർക്കാം. ചില ഗസ്റ്റ് ഒക്കെ വരുന്നത് നമുക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല, നമുക്ക് ഹേറ്റ് ആണെന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കാം കേട്ടോ. അല്ലെങ്കിൽ ഡിസപ്രൂവ് ചെയ്യുക, റിപ്പൽ ചെയ്യുക എന്നുള്ള രീതിയിലൊക്കെ വേണമെങ്കിൽ പറയാം. ഹേറ്റ്രഡ്, ഇന്റൻസ് ഡിസ്ലൈക്ക് അല്ലെങ്കിൽ ഹേറ്റ്. ഫ്രീക്കി എന്ന് പറഞ്ഞാൽ എന്താ, ഷോർട്ട് ലൗഡ് ക്രൈ ഓർ ഷൗട്ടിംഗ് ആണ്. ഷ്രീക്ക് കേട്ടോ, ഷ്രീക്ക് എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു കരച്ചിലിനെയാണ് നമ്മൾ പറയാ, ഷ്രീക്ക് എന്ന് പറയാ. അടുത്ത് നോക്കാം ഷീത്ത്. ഷീത്ത് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, ഷീത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഷീൽഡിംഗ് ആണ്, ഒരു കവറാണ്. ദാറ്റ് ഫിറ്റ്സ് ക്ലോസ്ലി ഓവർ എ നൈഫ് ഓർ സ്വോർഡ് ആണ്. ഒരു കവറിനെയാണ് നമ്മൾ എന്ത് പറയുക, ഷീത്ത്. മെയിൻ ആയിട്ട് നമ്മുടെ കത്തിയുടെയും അതേപോലെ തന്നെ വാളിന്റെ ഒക്കെ സ്വോർഡിന്റെ ഒക്കെ ഒരു കവറിനെയാണ് എന്ത് പറയുക, ഷീത്ത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്കിത് നോക്കാനുള്ള 42 സിനണിംസ് ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ചെറിയൊരു ടൈമിൽ തന്നെ നമ്മൾ ഇത്രയും 42 സിനണിംസ് കവർ ചെയ്തെന്ന് പ്രതീക്ഷിക്കുന്നു.
അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ക്ലാസ്സുകൾ അത്യാവശ്യം നല്ല സ്പീഡിലായിരിക്കും ഇനി മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനിൽ ഓൾ കൊടുക്കുക. എന്നാലായിരിക്കും നിങ്ങൾക്ക് എല്ലാ അപ്ഡേറ്റ്സും കിട്ടുക കേട്ടോ. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ഓൾ.